കണ്ണൂരിലെ അപ്രതീക്ഷിത തോൽവി സിപിഐഎമ്മിനെ അത്ഭുതപ്പെടുത്തുകയാണ്. ബൂത്തുകളിൽ നിന്നും ലഭിച്ച കണക്കനുസരിച്ച് നേരിയ ഭൂരിപക്ഷത്തിലെങ്കിലും ജയിക്കുമെന്നായിരുന്നു LDFന്റെ പ്രതീക്ഷ. അന്തിമ കണക്കനുസരിച്ച് 1,08,982 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് UDF സ്ഥാനാർത്ഥി കെ സുധാകരൻ വിജയിച്ചത്. സിപിഐഎമ്മിനെയും ഇടതുപക്ഷത്തെയും അമ്പരപ്പിക്കുന്നതാണ് കണ്ണൂരിലെ തോൽവി. സംസ്ഥാനത്ത് പാർട്ടി ജയമുറപ്പിച്ച സീറ്റുകളിലൊന്ന് കണ്ണൂരായിരുന്നു. ബൂത്തുകളിൽ നിന്നും ലഭിച്ച പാർട്ടി കണക്കിൽ 15,000-ൽ കുറയാത്ത വോട്ടിന് LDF ജയിക്കുമെന്നായിരുന്നു വിലയിരുത്തൽ. കണ്ണൂരിലെ പ്രധാന നേതാക്കളെല്ലാം ഫലപ്രഖ്യാപനത്തിന് തൊട്ടു മുൻപ് വരെ ഈ ആത്മവിശ്വാസമാണ് പങ്കുവച്ചത്. അപ്രതീക്ഷിത തോൽവി പാർട്ടിക്ക് കനത്ത ക്ഷീണമാണ് വരുത്തിവെച്ചിരിക്കുന്നത്. ജനവിധി അംഗീകരിക്കുന്നു. കേരളത്തിലെ ആകെ UDF അനുകൂല ജനവിധി ഉണ്ടായതിൻ്റെ ഭാഗമാണ് കണ്ണൂരിലെയും UDFന്റെ വിജയം. ഈ ജനവിധി അംഗീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിലുള്ള രാഷ്ട്രീയ സാമൂഹിക സംഘടനാ പ്രവർത്തനങ്ങൾ വീണ്ടും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. പാർട്ടി കണക്കുകൾ പാളുന്നത് ആദ്യമായല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സമാനമായി പാർട്ടിയുടെ വിലയിരുത്തൽ തെറ്റിയിരുന്നു. പാർട്ടി കോട്ടകളിൽ വോട്ട് ചോർച്ചയുണ്ടായെന്ന് വ്യക്തമാക്കുന്നതാണ് ജനവിധി. തളിപ്പറമ്പിലും മട്ടന്നൂരിലും ധർമ്മടത്തും സംഭവിച്ച കനത്ത തിരിച്ചടി പരിശോധിക്കാൻ പാർട്ടി നിർബന്ധിതമാകും. മത്സരിക്കാൻ ആദ്യഘട്ടത്തിൽ താൽപര്യം പ്രകടിപ്പിക്കാതിരുന്ന കെ സുധാകരന് കണ്ണൂർ സമ്മാനിച്ചത് മിന്നും വിജയം. KPCC പ്രസിഡന്റായി വെല്ലുവിളിയില്ലാതെ തുടരാൻ തൽക്കാലം സുധാകരന് 1,08,982 വോട്ടിന്റെ ഭൂരിപക്ഷം ആശ്വാസമാകും. LDFനും UDFനും വോട്ട് കുറഞ്ഞപ്പോൾ കണ്ണൂരിൽ നേട്ടമുണ്ടാക്കിയത് BJPയാണ്. വോട്ട് ശതമാനം ഇരട്ടിയോളമാണ് NDA വർദ്ധിപ്പിച്ചത്. അട്ടിമറി പ്രതീക്ഷിച്ച് മത്സരത്തിനിറങ്ങിയ ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് ഫലം. BJP വോട്ടുകൾ ഇരട്ടിയോളം തന്നെ വർദ്ധിച്ചുവെന്നതും തെരഞ്ഞെടുപ്പിന്റെ ചിത്രം മറ്റൊന്നാക്കി. പാർട്ടി പരിശോധനയ്ക്ക് വിധേയമാവേണ്ടതാണ് തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാക്കുന്നത്. റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.